BBC വിവാദത്തിൽ പരോക്ഷ വിമർശനവുമായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഇന്ത്യ വളർച്ച തടയാൻ വ്യാജമായ ആഖ്യാനങ്ങൾ ചിലർ നടത്തുകയാണെന്നും അവാസ്തവവും ജുഡീഷ്യറി തള്ളിയതുമായ വിവരങ്ങൾ ചിലർ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം BBC ഓഫീസുകളിലെ ആദായനികുതി വകുപ്പിന്റെ പരിശോധന 3-ാം ദിവസം തുടരുകയാണ്. ഡൽഹിയിൽ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് പ്രൊബേഷണർമാരെ അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിലായിരുന്നു BBCയുടെ പേരെടുത്ത് പറയാതെയുള്ള ജഗ്ദീപ് ധൻകറിന്റെ വിമർശനം. ഇന്ത്യയുടെ വളർച്ച തടയാൻ ചിലർ വ്യാജമായ ആഖ്യാനങ്ങൾ നടത്തുകയാണെന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എല്ലാം അനുവദിക്കാനാവില്ലെന്നും ധൻകർ അഭിപ്രായപ്പെട്ടു. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് മറ്റൊരു തരത്തിലുള്ള അധിനിവേശമാണ്. ഇതിന് ശക്തമായി നേരിടുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇത്തരം നീക്കങ്ങൾക്കെതിരെ സദാ ജാഗ്രതയോടെ ഇരിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം ആദായനികുതി വകുപ്പിന്റെ BBC ഓഫീസുകളിലെ പരിശോധന 3-ാം ദിവസവും തുടരുകയാണ്. പരിശോധനയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണം 3-ാം ദിവസത്തിലും വകുപ്പ് നൽകിയിട്ടില്ല. ഉദ്യോഗസ്ഥർ ഷിഫ്റ്റുകളായാണ് പരിശോധനയ്ക്കെത്തുന്നതെന്നാണ് വിവരം. പരിശോധന കണക്കിലെടുത്ത് വാർത്താ വിഭാഗത്തിലെ ചില ജീവനക്കാർ മാത്രമാണ് ജോലിക്കെത്തുന്നത്. മറ്റുള്ളവർ വർക്ക് ഫ്രം ഹോം രീതി തുടരുകയാണ്. ചൊവ്വാഴ്ചയാണ് ആദായനികുതി വകുപ്പ് BBCയുടെ മുംബൈയിലെയും ഡൽഹിയിലെ ഓഫീസുകളിൽ പരിശോധന ആരംഭിച്ചത്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട BBCയുടെ ഡോക്യുമെന്ററി പേരിലാണ് പ്രതികാര നടപടിയെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.